ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബേബിച്ചിയുടെ ഫുഡ് റൊട്ടീനാണ്. രാവിലെ തന്നെ ബേബിച്ച് ഒരു 6:30 ആയി കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ കൂടെ തന്നെ എഴുന്നേക്കൂടെ. കാരണം മുന്നോട്ടേക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കാണ് മുന്നേ എഴുന്നേക്കുന്നത്. അതേ സമയം തന്നെ ബേബിച്ചി എഴുന്നേക്കും. പിന്നെ യൂണിഫോമൊക്കെ ഇട്ട് കഴിയുമ്പോൾ ബേബിച്ചീനെ കുറച്ച് നേരം മുന്നോട്ട് അങ്ങനെ എടുത്തിട്ട് എടുക്കും. ബേബിച്ചിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബേബിച്ചിക്ക് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബ്രഷ് ഒന്നിട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മൾ കുറച്ച് പല്ലുകളൊക്കെ വന്ന കാരണമാണ് നമ്മൾ പല്ല് തേപ്പിക്കൽ ഇത്തിരി പണിയുള്ള പരിപാടിയാണ്. ബേബിച്ചിക്ക് രാവിലെ നമ്മൾ റാഗിപ്പൊടിയാണ് കേട്ടോ കാച്ചി കൊടുക്കുന്നത്. എല്ലാ ദിവസവും അല്ല, ചില ദിവസങ്ങൾ നമ്മൾ റാഗിപ്പൊടിയാണ് കൊടുക്കുന്നത്. എല്ലാ ടൈപ്പ് ഫുഡും കൊടുക്കണമെന്ന് നമ്മളെപ്പോഴും പറയും. അപ്പോൾ നമ്മൾ റാഗിപ്പൊടിയുടെ കൂടെ തന്നെ കുറച്ച് റവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് തന്നെ. അങ്ങനെ റാഗിപ്പൊടി നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ട് കുറച്ചൊരു ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടി നമ്മൾ തിളപ്പിച്ചെടുക്കും കേട്ടോ. തിളപ്പിച്ചെടുത്തൊരു കുറുക്ക് ശരിക്കും ഒരു ജ്യൂസി പരിവായിട്ടാണ് ഞാൻ ബേബിച്ചിക്ക് കൊടുക്കാറുള്ളത്. കാരണം അപ്പോൾ തോണ്ടി വെച്ച് കൊടുക്കാനും അത് എളുപ്പമാണ്. ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരോട് ഞാനിത് വെക്കും കേട്ടോ. ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരോടെ അതിങ്ങനെയിട്ട് ഇറക്കി കൊടുക്കാറുണ്ട്. ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും മുന്നോട്ട് പോകുന്ന സമയമൊക്കെ ആവും. അങ്ങനെ മുന്നോട്ടേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് മുന്നോട്ടിൽ നിന്ന് വിടും. ബേബിച്ചിക്ക് ഒരു ചക്കരമ്മയൊക്കെ കൊടുത്തിട്ട് മുന്നോട്ട് അങ്ങ് പോകും. അപ്പോഴത്തേക്കും ചൂടാറിയിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ കുറുക്ക്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പനങ്ങൾക്ക് ഇട്ടിട്ട് കൊടുക്കാറുണ്ട്. കാരണം അതൊരു മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒത്തിരി മധുരമൊന്നും കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ബേബിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ, പാത്തി പാത്തി. അങ്ങനെ ആ പാട്ടൊക്കെ വെച്ച് കൊടുത്ത് ഏറ്റവും വലിയൊരു ടാസ്ക് തന്നെയാണ് ഈ ഫുഡ് കൊടുക്കുക എന്നുള്ളത്. പ്രിപ്പയർ ചെയ്യാനൊക്കെ നല്ല രസമാണ്. ഇത് കൊടുക്കുക എന്നുള്ളത് ചില്ലറ പണിയൊന്നും അല്ല കേട്ടോ. ഒരുപാട് സമയം എടുത്ത് ക്ഷമ എടുത്ത് വേണം നമുക്ക് ഫുഡ് കൊടുക്കാനുള്ളത്. അങ്ങനെ ഞാനും അമ്മയും കൂടിയാണ് ഫുഡ് കൊടുക്കാൻ വേണ്ടി ബേബിച്ചിക്ക് ഇരിക്കാറ്. അമ്മച്ചിയുടെ മടിയിൽ ഇവളിരിക്കും. ഭയങ്കര കംഫർട്ടാണ് അമ്മയുടെ അടുത്തിരിക്കാൻ വേണ്ടിയിട്ട്. അമ്മയായിട്ട് നല്ല കൂട്ടാണ് കേട്ടോ ബേബിച്ചി. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഫുഡ് കൊടുക്കൽ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ടാസ്ക് ബേബിച്ചിനെ കുളിപ്പിക്കുക എന്നുള്ളതാണ്. ബേബിച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ എണ്ണയൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ, മേത്ത് പെരട്ടി കുളിപ്പിക്കാനൊക്കെ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ എണ്ണയൊക്കെ ഇട്ട് ആളങ്ങോട്ട് ഇരുത്തും. കൂട്ടിൻ്റെ അമ്മാമ്മ ഉണ്ടാവും. പിന്നെ വേറെ ഒന്നും വേണ്ട ബേബിച്ചിക്ക്. അമ്മാമ്മയുടെ കൂടെ കുറേ നേരം അങ്ങോട്ട് ഇരുന്നോളും. ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണത്. അങ്ങനെ അമ്മാമ്മയും ബേബിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് കാർട്ടൂൺ കാണാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഒരുപാട് നേരമൊന്നും ബേബിച്ചി ടിവിയുടെ മുമ്പിലും മൊബൈലൊന്നും നോക്കി കാർട്ടൂണൊന്നും കാണാനിരിക്കില്ലാതെ ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകളുണ്ട്. അത് കേൾക്കാനും ബേബിച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം എണ്ണയൊക്കെ പുരട്ടി ഇരുന്നൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബേബിച്ചിനെ കുളിപ്പിച്ച് ഞാൻ എടുത്തോട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ആൾ ഉറങ്ങാൻ വേണ്ടി കിടന്നു. ഉറക്കം കഴിഞ്ഞ് എന്നിട്ട് പിന്നെ ആൾക്ക് നമ്മളൊരു ഫീഡിംഗ് ബോട്ടിൽ വെള്ളം കുപ്പി കൊണ്ടുവച്ച് കൊടുത്താൽ മതി, ആളത് കുടിച്ചോളും. പിന്നെ ആളുടെ ഉച്ചക്കലത്തെ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ പഴവും ആപ്പിളും കൂടി ഉണ്ട് പൊഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് ആപ്പിളാണ് കൊടുക്കാറ്. ആദ്യമൊക്കെ ഞാൻ ബേബിച്ചിക്ക് 2 times ആണ് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ 11 month ആയത് കാരണം കൊണ്ട് നമ്മൾ 3 times ഫുഡ് കൊടുക്കാറുണ്ട്. ആപ്പിൾ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബേബിച്ചിക്ക് മൂടനുസരിച്ചിട്ട് വേണം ഫുഡ് കൊടുക്കാൻ. അങ്ങനെ ബേബിച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു പാട്ടൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ടുകളിലൊന്നാണ് മനസ്സിലായെന്നുള്ളത്. ഇത് എത്ര നേരം വേണമെങ്കിലും അലിരുന്ന് കണ്ടോളും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്ക് സ്നാക്ക് പോലെ നമ്മൾ കുറച്ച് പൊരി എടുത്ത് വെച്ച് കൊടുത്തായിരുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഡിഞ്ചോ ചേട്ടൻ വന്നു. ചേട്ടൻ്റെ കൂടെ വണ്ടിയിലിരുന്ന് ഇത്തിരി ആൾ കളിച്ചിടും. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ വണ്ടിയിലിരിക്കാൻ വേണ്ടിയിട്ട്. ചേട്ടനാണെങ്കിലും അതേ കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ച് ഇരുന്ന് കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് കൊടുക്കാനുള്ള അടുത്ത ടൈമായി. പിന്നെ നമ്മൾ പഴം പുഴുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള നടുക്കുള്ള കറുത്ത സംഭവമൊക്കെ മാറ്റിയിട്ട് നമ്മളത് അടിച്ചാണ് കേട്ടോ ബേബിച്ചിക്ക് കൊടുക്കുന്നത്. അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ആളത് കഴിക്കാൻ സാധ്യത കുറവാണ്. നൈറ്റ് നമ്മൾ ചോറും വെളിച്ചെണ്ണയും ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോഴും ഞാൻ ചോറ് അടിച്ചാണ് കൊടുക്കാറ്. കാരണം അല്ലാതെ ആൾ വാരി കഴിക്കാനുള്ളതായിട്ടില്ല. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മേമ വിളിച്ചിട്ടോ. അങ്ങനെ മേമയും ബേബിച്ചിട്ട് കുറച്ച് നേരം കഥയും വർത്താനവും ഒക്കെ പറഞ്ഞിരുന്നു. പിന്നെ ബേബിച്ചിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ മനസ്സിലായ പാട്ട് തന്നെ വെച്ച് കൊടുത്തു. അങ്ങനെ എന്തെങ്കിലും ചേച്ചി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഒരുവിധം ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം ബേബിച്ചിനെ കുളിപ്പിച്ചെടുത്തു. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. ബൈ.